ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കഴിഞ്ഞ 19-ാം തീയതി നടന്ന 10ാം ക്ലാസ്സുകാരുടെ മാത്സ് ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ദ ഫിഫ്ത് ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 1, 11, 21 എക്സെട്ര ഈസ്. ഇവിടെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. അതിന്റെ 5ാം പദമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 41 എന്നാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ഇൻ ദ പിക്ചർ ഒ ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ആംഗിൾ സി ഒ ബി ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ സി എ ബി. ആംഗിൾ സി ഒ ബി നമുക്ക് 70 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ സി എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 70 ഡിഗ്രിയുടെ പകുതി, അതായത് 35 ഡിഗ്രി എന്നതാണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ദ ആൾജിബ്രായിക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 4n-3. ടു ഗെറ്റ് ഇറ്റ്സ് 21st ടേം ഫ്രം ദ 20th ടേം വാട്ട് വി മസ്റ്റ് ഡു ഈസ്. ഇവിടെ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. 21ാമത്തെ പദം കിട്ടാൻ 20ാം പദത്തോട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ആഡ് 4, അതായത് 4 എന്ന സംഖ്യ കൂട്ടുക എന്നതാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നാലാമത്തെ ചോദ്യം, when each side of a square was increased by 3 centimeters to make a larger square, its area became 64 square centimeters. What was the length of a side of the original square? അതായത് ഒരു സ്ക്വയർ തരുന്നു. ഈ സ്ക്വയറിന്റെ 4 വശത്തോട് 3 സെന്റിമീറ്റർ വീതം കൂട്ടി മറ്റൊരു സ്ക്വയർ വരയ്ക്കുന്നു. ഒരു ലാർജർ സ്ക്വയർ, ഒരു വലിയ സ്ക്വയർ വരയ്ക്കുന്നു. ആ വലിയ സ്ക്വയറിന്റെ ഏരിയ 64 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ സ്ക്വയറിന്റെ ലെങ്ത് ഓഫ് സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 5 സെന്റിമീറ്റർ എന്നാണ്. ഈ ചോദ്യങ്ങളുടെ എല്ലാം വിശദമായ എക്സ്പ്ലനേഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അത് കാണുവാനായിട്ട് എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അഞ്ചാമത്തെ ചോദ്യം, ഇൻ ദ പിക്ചർ പി ക്യു ആർ ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഇഫ് എ ഡോട്ട് ഈസ് പുട്ട് ഇൻ ദ പിക്ചർ വിത്തൗട്ട് ലുക്കിംഗ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഇൻസൈഡ് ദ പാരലലോഗ്രാം എ പി ക്യു ആർ. എ പി ക്യു ആർ എന്ന ഈ ഒരു പാരലലോഗ്രാമിന്റെ ഉള്ളിൽ കുത്തു വീഴാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം 1/2 എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആറാമത്തെ ചോദ്യം, ഈച്ച് ലെറ്റർ ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ് ഈസ് റിട്ടൺ ഓൺ സെപ്പറേറ്റ് പീസസ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് ഇൻ എ ബോക്സ്. If one piece of paper is taken out of the box without looking, then the probability of getting the letter M is 2/11. The probability of getting the letter E is 2/11. The probability of not getting the letter A is 9/11. The probability of not getting the letter C is 9/11. Choose the correct answer from those given below. ഇവിടെ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റുകളും തെറ്റായ സ്റ്റേറ്റ്മെന്റുകളും കണ്ടുപിടിക്കണം. ഇതിലെ probability of getting a letter M is 2/11. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. The probability of getting letter E is 2/11. അത് തെറ്റാണ്. Probability of not getting the letter A is 9/11. അത് ശരിയാണ്. Probability of not getting the letter C അത് തെറ്റാണ്. 9/11 അല്ല. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് ഇവിടെ കറക്റ്റ്. ഒന്നാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻ ദ പിക്ചർ O is the center of the circle. A, B, C are the points on the circle. If angle AOB is equal to 40 degree, then angle ACB equal to 20 degree. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, if all vertices of a quadrilateral are on a circle, then the sum of the opposite angles is 180 degree. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2 both statements are true. പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 1 ശരിയാവാനുള്ള റീസൺ അല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. ഇനി എട്ടാമത്തെ ചോദ്യം, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. വീണ്ടും 2 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1, സം ഓഫ് ദ 5th ടേം ആൻഡ് ദ 7th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 90. ദ 6th ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 45. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത്, ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ദ സം ഓഫ് 2 ടേംസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് അഹെഡ് ഓഫ് എ ടേം ഈസ് ട്വൈസ് ദിസ് ടേം. 2 സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. അത് മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 1 ശരിയാവാനുള്ള റീസൺ ആണ്. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. അടുത്തത് 9ാമത്തെ ചോദ്യം, 5th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 40. 9th ടേം ഈസ് 22. ഫസ്റ്റ് ടേമും 7th ടേമും കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 58 ആണ് ഉത്തരം വരുന്നത്. 7th ടേം 7ാം പദം എത്രയാണ്? 31 ആണ് ഉത്തരം. ഇനി 9ന്റെ ബി ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 15. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ഈസ് 135. വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദിസ് സീക്വൻസ്? തേർഡ് ടേം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. തേർഡ് ടേം 27 ആണ്.
രണ്ടാമത്തെ ചോദ്യം റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനാണ്. 15, 21, 27, 33, 39. പത്താമത്തെ ചോദ്യം ഇൻ ദ പിക്ചർ ദർ ഇസ് എ ലാർജ് സർക്കിൾ ആൻഡ് 2 സെമിസർക്കിൾസ് ഓഫ് ഈക്വൽ സൈസ് ഇൻസൈഡ് ഇറ്റ്. O is the center of the large circle. If a dot is put in the picture without looking, what is the probability that the dot is in the shaded region? നോക്കാതെ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ ഈ ഷെയ്ഡഡ് റീജിയനിൽ വീഴാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം 3/4 എന്നാണ്. 11ാമത്തെ ചോദ്യം കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 3, 7, 11, etc. ചെക്ക് വെദർ 2026 is a term of this sequence. 2026 ഈ ഒരു സീക്വൻസിലെ ടേം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2026 is a not a term of this sequence. രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 211 ഇൻ ദിസ് സീക്വൻസ്. 211 ഈ ഒരു സീക്വൻസിലെ എത്രാമത്തെ പദമാണ് എന്നാണ് ചോദിക്കുന്നത്. 53ാമത്തെ പദമാണ്. അടുത്തത് 12ാമത്തെ ചോദ്യം എ ബാഗ് കണ്ടെയ്ൻസ് 12 ബ്ലാക്ക് ബീഡ്സ് ആൻഡ് സം വൈറ്റ് ബീഡ്സ്. ഇഫ് 1 bead is taken from the bag without looking, the probability of getting a white bead is 3/5. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബീഡ്. ഒരു കറുപ്പ് മുത്ത് എടുക്കാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2/5 എന്നാണ് ഉത്തരം. ഹൗ മെനി ബീഡ്സ് ആർ ദർ ഇൻ ദ ബാഗ്. എത്ര ടോട്ടൽ മുത്തുകൾ ബാഗിൽ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം 30 ബീഡ്സ് അഥവാ 30 മുത്തുകളാണ് ഉള്ളത്. മൂന്നാമത്തെ ചോദ്യം ഹൗ മെനി മോർ ബ്ലാക്ക് ബീഡ്സ് ടു ബി ആഡഡ് ടു ദ ബാഗ് സോ ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബീഡ് ബിക്കംസ് 1/2. അതായത് വൈറ്റ് ബീഡ് അഥവാ വെള്ളമുത്ത് എടുക്കാനുള്ള സാധ്യത 1/2 ആവണമെങ്കിൽ എത്ര കറുത്ത മുത്ത് ആഡ് ചെയ്യണം? 6 more black beads. 6 കറുത്ത മുത്തുകൾ ആഡ് ചെയ്യണം. അടുത്തത് 13A ക്വസ്റ്റ്യൻ. The sum of first 5 terms of an arithmetic sequence is 110 and the sum of first 9 terms is 270. What is the third term of this sequence? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ മൂന്നാം പദമാണ് ചോദിച്ചിട്ടുള്ളത്. മൂന്നാം പദം 22 ആണ്. What is the fifth term of this sequence? അഞ്ചാം പദമാണ് ചോദിച്ചിട്ടുള്ളത്. അഞ്ചാം പദം 30 ആണ്. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 13 ടേംസ് ഓഫ് ദി സീക്വൻസ്. ആദ്യത്തെ 13 പദങ്ങളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. 494 ആണ് ഉത്തരം. അടുത്തത് 13ാമത്തെ ബി ക്വസ്റ്റ്യൻ. ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ദ ടേംസ് ഫ്രം 14th to the 18th of this sequence is 350. The sum of the terms from 4th to 6th is 75. What is the fifth term of this sequence? ഈ സീക്വൻസിന്റെ അഞ്ചാം പദമാണ് ചോദിച്ചിട്ടുള്ളത്. 25 ആണ് ഉത്തരം. വാട്ട് ഈസ് ദ 16th ടേം ഓഫ് ദിസ് സീക്വൻസ്? 16ാം പദമാണ് ചോദിച്ചിട്ടുള്ളത്. 70 ആണ് ഉത്തരം. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ഈ ഒരു സീക്വൻസിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം 950. 950 ആണ് ഉത്തരം. അടുത്തത് 14ാമത്തെ എ ക്വസ്റ്റ്യൻ. A box contains 5 slips numbered 1, 2, 3, 4 and 5. Another box contains 3 slips numbered 2, 3, 5. One slip is drawn from each box. ഒന്നാമത്തെ ചോദ്യം in how many different ways can we take the slip? 15 pairs. 15 ജോഡികളാണ് ഉണ്ടാവുക. രണ്ടാമത്തെ ചോദ്യം what is the probability of the sum of the numbers being prime? അതായത് നമ്മൾ എടുക്കുന്ന ജോഡികളിലെ നമ്പേഴ്സുകൾ കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ അത് പ്രൈം നമ്പർ ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം 2/5 എന്നാണ്. മൂന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ബീയിങ് എ മൾട്ടിപ്പിൾ ഓഫ് 5? നമ്മൾ എടുക്കുന്ന ജോഡിയിലെ നമ്പേഴ്സിനെ ഗുണിച്ചു കഴിഞ്ഞാൽ അത് 5ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഗുണിതമാവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 7/5 7/15 എന്നാണ് ഉത്തരം. ഇനി 14ന്റെ ബി ക്വസ്റ്റ്യൻ. There are 25 boys and 20 girls in a class 10A and 30 boys and 20 girls in class 10B. One student is to be chosen from each class. How many different possible pairs are there? എത്ര പേയേഴ്സ് ഉണ്ടാവും? ടോട്ടൽ പേയേഴ്സ് 2250. 2250 ആണ്. രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? ബോത്ത് ഗേൾസ് വരാനുള്ള സാധ്യത 8/45 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് 1 being a boy and 1 being a girl? ഒരു ബോയും ഒരു ഗേളും വരാനുള്ള സാധ്യത എത്രയാണ്? 22/45 ആണ്. നാലാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 being a boy? ഒരു ബോയ് എങ്കിലും വരാനുള്ള സാധ്യത എത്രയാണ്? 37/45 ആണ്. ഇതിന്റെ എല്ലാം വിശദമായ എക്സ്പ്ലനേഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. 15ാമത്തെ ചോദ്യം. Sum of the first and 21st term of an arithmetic sequence is 180. What is the 11th term of this sequence? 90. 11th term അഥവാ 11ാം പദം 90 ആണ്. രണ്ടാമത്തെ ചോദ്യം. The fourth term of the arithmetic sequence is 34. What is its 18th term? 18th term 146. 146 ആണ്.
മൂന്നാമത്തെ ചോദ്യം കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 28 ടേംസ് ഓഫ് ദി സീക്വൻസ്. സം ഓഫ് ഫസ്റ്റ് 28 ടേംസ്, ആദ്യത്തെ 28 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 3304 ആണ്. 3304. അടുത്തത് 16ാമത്തെ ചോദ്യം. ദ ആൾജിബ്രായിക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 3n+2. റൈറ്റ് ദ സീക്വൻസ്. സീക്വൻസ് എന്താണ്? 5, 8, 11, 14 എക്സെട്ര. രണ്ടാമത്തെ ചോദ്യം പ്രൂവ് ദാറ്റ് ദിസ് സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ. ഈ ഒരു സീക്വൻസ് ഒരു പൂർണ്ണവർഗവും അടങ്ങിയിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ പ്രൂഫ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം എക്സ്പ്ലെയിൻഡ് വീഡിയോ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതാണ്. അടുത്തത് 17ാമത്തെ ചോദ്യം. One added to the product of two consecutive odd numbers gave 196. Write the above information as a second degree equation. ഒരു രണ്ടാം കൃതി സമവാക്യമാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. x plus 1 whole square equal to 196. What are the numbers? ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 13ഉം 15ഉമാണ് നമ്പേഴ്സുകൾ. 18ാമത്തെ ചോദ്യം റൈറ്റ് ദ ആൾജിബ്രായിക് ഫോം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 5, 9, 13 എക്സെട്ര. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം എന്താണ്? 4n+1 ആണ്. രണ്ടാമത്തെ ചോദ്യം റൈറ്റ് ദ 25th ടേം ഓഫ് ദി സീക്വൻസ്. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 25ാം പദം 101 ആണ്. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ ഒരു സീക്വൻസിന്റെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 1325 ആണ്. 1325 ആണ്. 19ാമത്തെ എ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് 1 + 2 + 3 + എക്സെട്ര + 20? എത്രയാണ്? 210 ആണ്. വാട്ട് ഈസ് 3 + 6 + 9 + എക്സെട്ര + 16? എത്രയാണ്? 630 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ദ ആൾജിബ്രായിക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 3n+1. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ്. എത്രയാണ്? 650 ആണ് ആദ്യത്തെ 20 പദങ്ങളുടെ തുക. അടുത്തത് 19ന്റെ ബി ക്വസ്റ്റ്യൻ. How much more is the sum of first 15 terms of the arithmetic sequence 11, 17, 23, etc. than the sum of first 15 terms of the arithmetic sequence 4, 10, 16, etc. ഉത്തരം എത്രയാണ്? 105. രണ്ടാമത്തെ ചോദ്യം the algebraic form of an arithmetic sequence is 5n+3. Calculate the difference between sum of first 10 terms of this sequence and the sum of next 10 terms. എത്രയാണ്? ഉത്തരം 500 ആണ്. ഇനി 20ാമത്തെ ചോദ്യം കൺസിഡർ ദ സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 6 between 100 and 400. What is the first term and last term of this sequence? First term 102 ആണ്. Last term 396 ആണ്. How many terms are there in this sequence? എത്ര ടേംസ് ഉണ്ട്? 50 പദങ്ങളാണ് ഈ ഒരു സീക്വൻസിൽ ഉള്ളത്. മൂന്നാമത്തെ ചോദ്യം കാൽക്കുലേറ്റ് ദ സം ഓഫ് ഓൾ ടേംസ് ഇൻ ദിസ് സീക്വൻസ്. ഈ ഒരു സീക്വൻസിലെ എല്ലാ ടേംസിന്റെയും തുക കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം 12,450 ആണ്. 12,450 ആണ് ഉത്തരം. 21ാമത്തെ ചോദ്യം the algebraic form of an arithmetic sequence is 6n+2. What is the remainder obtained when each term of this sequence is divided by 6? ഉത്തരം എന്താണ്? The remainder is 2. ശിഷ്ടം 2 ആണ് കിട്ടുക. രണ്ടാമത്തെ ചോദ്യം can the difference between any two terms of this sequence be 192? Why? Yes, 192 can be a difference because 192 is a multiple of the common difference 6. മൂന്നാമത്തെ ചോദ്യം കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. എത്രയാണ് വരുന്നത്? 3n² + 5n. ഇനി 21ാമത്തെ ക്വസ്റ്റ്യന്റെ ബി ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5n² - 2n. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ആദ്യത്തെ 10 പദങ്ങളുടെ തുകയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഉത്തരം 480. രണ്ടാമത്തെ ചോദ്യം റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ഈ ഒരു സീക്വൻസിൽ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3, 13, 23. മൂന്നാമത്തെ ചോദ്യം റൈറ്റ് ദ ആൾജിബ്രായിക് ഫോം ഓഫ് ദി സീക്വൻസ്. ഈ ഒരു സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം എഴുതാനാണ് 10n - 7, 10n - 7. അടുത്തത് 22ാമത്തെ ചോദ്യം. ഇൻ ദ പിക്ചർ O is the center of the circle. A, B, C are points on the circle. Angle ABO is equal to 25 degree. Angle BCO is equal to 40 degree. ആദ്യത്തെ ചോദ്യം ആംഗിൾ CBO കണ്ടുപിടിക്കാനാണ്. ആംഗിൾ CBO എത്രയാണ്? 40 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ചോദ്യം ആംഗിൾ CAB കണ്ടുപിടിക്കാനാണ്. ആംഗിൾ CAB എത്രയാണ്? 50 ഡിഗ്രിയാണ്. മൂന്നാമതായിട്ട് ആംഗിൾ ACB കണ്ടുപിടിക്കാനാണ്. ആംഗിൾ ACB എത്രയാണ്? 65 ഡിഗ്രിയാണ്. അടുത്തത് 23ാമത്തെ എ ക്വസ്റ്റ്യൻ. Prove that in a cyclic quadrilateral, the outer angle at any vertex is equal to the inner angle at the opposite vertex.
ഒരു പ്രൂഫ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇവിടെ നമുക്ക് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. 23ന്റെ ബി ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ ദ സർക്കിൾ ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇന്റർസെക്ട് ദ മിഡിൽ സർക്കിൾ അറ്റ് PQRS. ലൈൻസ് ജോയിനിങ് ദീസ് മീറ്റ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സർക്കിൾസ് അറ്റ് ABCD. പ്രൂവ് ദാറ്റ് ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇതും ഒരു പ്രൂഫ് ആണ് വരുന്നത്. അതിന്റെയും കറക്റ്റ് പ്രൂഫ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. In the picture, O is the center of the circle. A, B, C, D, M, N are points on the circle. Chords AB and CD are intersect at P. Angle ABD 20 degree, angle APC 110 degree. ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആംഗിൾ ACD ആണ്. ആംഗിൾ ACD എത്രയാണ്? 20 ഡിഗ്രി ആണ്. രണ്ടാമതായിട്ട് ആംഗിൾ CDB ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ CDB എത്രയാണ് വരുന്നത്? 100 ഡിഗ്രി ആണ്. മൂന്നാമതായിട്ട് കാൽക്കുലേറ്റ് ദ സം ഓഫ് ദ സെൻട്രൽ ആംഗിൾസ് ഓഫ് ആർക്ക് AMD ആൻഡ് ആർക്ക് BNC. ആദ്യം തന്നെ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് AMD എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എത്രയാണ്? 40 ഡിഗ്രിയാണ്. അത് കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് BNC എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 100 ഡിഗ്രിയാണ്. ഇതിന്റെ സം എന്ന് പറയുന്നത് 40 ഡിഗ്രിയും 100 ഡിഗ്രിയും കൂട്ടിക്കഴിഞ്ഞാൽ 140 ഡിഗ്രിയാണ് ഉത്തരം. അടുത്തത് 24ന്റെ ബി ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ, O is the center of the circle. PQRS are the points on this circle. The chords PS and Q are extended to meet at a point B outside the circle. Angle POQ is equal to 130 degree. ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ PSQ ആണ്. ആംഗിൾ PSQ എത്രയാണ് വരുന്നത്? 65 ഡിഗ്രിയാണ്. രണ്ടാമതായിട്ട് ആംഗിൾ PRB ആണ് കണ്ടുപിടിക്കുന്നത്. ആംഗിൾ PRB എത്രയാണ് വരുന്നത്? 115 ഡിഗ്രി. മൂന്നാമത്തെ ചോദ്യം ആംഗിൾ RAS പ്ലസ് ആംഗിൾ SBR ആണ്. അത് എത്രയാണ് വരുന്നത്? 130 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം. In the picture, O is the center of the circle. ABCD are the points on the circle. Angle ACD equal to 70 degree. Angle ADB equal to 55 degree. ഒന്നാമത്തെ ചോദ്യം ആംഗിൾ ADC എത്രയാണെന്നാണ്. 90 ഡിഗ്രി എന്നാണ് ഉത്തരം. 90 ഡിഗ്രി. രണ്ടാമത്തെ ചോദ്യം ആംഗിൾ CAD എത്രയാണ് എന്നാണ്. ആംഗിൾ CAD 20 ഡിഗ്രിയാണ്. മൂന്നാമത്തെ ചോദ്യം ആംഗിൾ CBD എത്രയാണെന്നാണ്. ആംഗിൾ CBD 20 ഡിഗ്രിയാണ്. അടുത്ത നാലാമത്തെ ചോദ്യം ആംഗിൾ BAE എത്രയാണെന്നാണ്. ആംഗിൾ BAE എന്ന് പറയുന്നത് 145 ഡിഗ്രിയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3.5 സെന്റിമീറ്റേഴ്സ് ആൻഡ് ടു ഓഫ് ദ ആംഗിൾസ് 52, 1/2 ഡിഗ്രി ആൻഡ് 65 ഡിഗ്രി. അതെങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ്. താങ്ക് യു.